ാണ് നമ്മളെ പുറത്തിറക്കി വിടുന്നത്. ചിലർ പറയും അത് കൊതി വരാതിരിക്കാനാണ്, അങ്ങനെയുള്ള കാര്യം. നേരെ നിന്ന് തൊഴരുതെന്ന് പറയും. സൈഡിൽ നിന്ന് വേണം നമ്മൾ ഭയഭക്തിയോ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട് തൊഴാനോ അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോകാനോ ഒക്കെ നോക്കിയാൽ ഈ അപസ്മാരത്തിൻ്റെ കാര്യങ്ങൾ. നമസ്കാരം. മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, ഇന്ന് പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഇതെന്താണ് പുറത്തിരുന്ന്. അപ്പോൾ പുറത്തെ അറ്റ്മോസ്ഫിയറോടുകൂടി ഇന്നത്തെ കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ കാര്യം പ്രധാനമായിട്ട് കുറച്ച് പേര് ചോദിച്ചുകൊണ്ട് അവർക്കുള്ളൊരു മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതായത് നേദ്യം, ഭഗവാന് നേദ്യം കൊടുക്കുന്ന സമയത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് തൊഴാൻ പറ്റുമോ ഭഗവാനെ, അല്ലെങ്കിൽ നാലമ്പലത്തിനുള്ളിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. നല്ല കാറ്റൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയണത്. അപ്പോൾ അങ്ങനെ ഭഗവാന് നേദ്യം സമർപ്പിക്കുന്ന സമയത്ത് എല്ലാ ഭക്തജനങ്ങളും പുറത്തിറങ്ങി നിൽക്കുകയാണ് പ്രധാനമായിട്ട് പതിവുള്ളത്. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക് അത് നോക്കാമോ, അത് കാണാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ. അങ്ങനെ എന്തിനാണ് നമ്മളെ പുറത്തിറക്കി വിടുന്നത്, ചിലർ പറയും അത് കൊതി വരാതിരിക്കാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതല്ല, അതിനെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള വിശദീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് മെസ്സേജിന് എനിക്ക് റീപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യുക, ഒന്നുകൂടി മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഞാൻ റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു റീപ്ലൈ ചെയ്ത് കാണും, എങ്കിലും വീണ്ടും അത് നിങ്ങൾക്ക് നമ്മളോട്, എന്നോട് സംസാരിക്കാനായിട്ട്, ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ വായിക്കും. പിന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മിക്കവരും കുബേറിൻ്റെ വീഡിയോ ആണ് കുറേ പേര് കണ്ടേക്കണത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള കുറച്ച് അപ്ഡേറ്റ് വീഡിയോ ഒന്നും കുറേ പേര് കണ്ടിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണേ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, അതുപോലെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് പറയാം. വാട്സപ്പിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ പോവാം. അതിനു മുമ്പേ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ പേരും നക്ഷത്രവും ഇതിൽ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അവർക്കുള്ളൊരു വഴിപാട് കൂടി ഞാൻ ക്ഷേത്രത്തിൽ ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വന്നത്, ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ഏതൊരു മൂർത്തി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉപദേവന്മാരല്ലാതെ പ്രധാന പ്രതിഷ്ഠ, ഏതെങ്കിലും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് നേദ്യം കൊടുക്കുന്ന സമയത്ത് നമുക്ക് അകത്ത് പ്രവേശിക്കാൻ പറ്റുമോ, തൊഴാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് പ്രധാനമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഭഗവാൻ ശിവൻ്റെ തന്നെ കാര്യം എടുക്കുക. അപ്പോൾ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ പവറുള്ളത് നമ്മുടെ ഭഗവാൻ ശിവൻ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ പുള്ളി വെറും നിഷ്കളങ്കനാണ്, നമ്മൾ എന്ത് കാര്യവും പോയി പറയാൻ പറ്റുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ ഭഗവാൻ ശിവൻ. ഈ ഭൂമിയിലെല്ലാം നിറഞ്ഞ്, ഈ ലോകത്തെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ഭഗവാൻ കൂടിയാണ് ഭഗവാൻ ശിവൻ എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വൈഷ്ണവത്തിൻ്റെ ഇതുണ്ടാവും, കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഭഗവാൻ തന്നെയാണ് ശിവൻ. അപ്പം ശിവൻ്റെ, ഭഗവാൻ ശിവൻ്റെ
നേദ്യ സമയത്താണെന്ന് ഉദാഹരണമായിട്ട് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഭഗവാന്റെ നേരെ നിന്ന് നമുക്ക് തൊഴാൻ പറ്റുമോ? ഉദാഹരണമാണ്. പല ഭഗവതി ഉണ്ടാവും, ഭഗവാൻ ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ ശിവൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നേദ്യത്തിൻ്റെ സമയമാകുമ്പോൾ തന്നെ ആൾക്കാർ, അവിടുത്തെ കഴകക്കാരല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയും, എല്ലാവരും പുറത്തിറങ്ങിക്കോ, നേദ്യമാണ്. അതിപ്പോൾ ഏത് ഉപദേവനാണെങ്കിലും ചിലപ്പോൾ പറയും പുറത്തിറങ്ങിക്കോളും എന്ന് പറയും. നേദ്യ സമയമാണ്. നേദ്യം കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് പ്രവേശിച്ച് ഭഗവാനെ തൊഴാം. അതുപോലെ ഭഗവാന്റെ നേരെ നിന്ന് തൊഴരുതെന്ന് പറയും. സൈഡിൽ നിന്ന് വേണം നമ്മൾ ഭയഭക്തിയോടുകൂടി ഈ കാര്യം പറയാൻ. നമ്മുടെ കാര്യങ്ങളാണ്. നമുക്കൊരു ഭഗവാനിലൊരു ഭയവും ഭക്തിയും എല്ലാം കൂടി ചേർന്ന് എന്നെങ്കിൽ മാത്രമേ നമ്മളും ഭഗവാനും തമ്മിലുള്ളൊരു അടുപ്പവും കാര്യങ്ങളുണ്ടാവും. ചിലരിപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പറയും ഭഗവാനോട് നമുക്ക് ഭയവും ഭക്തിയും വേണം. അതാണൊരു സ്നേഹം. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശിവൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോൾ നേദ്യ സമയത്താണ് പോകുന്നതെങ്കിൽ പുറത്തിറങ്ങി നിൽക്കാൻ പറയും. ഏത് ക്ഷേത്രത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ശിവൻ കാലിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ് അപസ്മാരത്തെ. അപ്പം നേദ്യത്തിൻ്റെ സമയത്താണ് ഭഗവാൻ ശിവൻ ജസ്റ്റ് ഒന്ന് ആ കാല് പൊക്കി ചമറം പടഞ്ഞൊന്നിരിക്കാനായിട്ട് കൂടുതലായിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട് തൊഴാനോ അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോകാനോ ഒക്കെ നോക്കിയാൽ ഈ അപസ്മാരത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തും. പലവിധ രോഗപീഠകൾ, കാര്യങ്ങൾ, കഴുത്തിന് മേളിലേക്ക് പലവിധ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിലേക്കും കൂടി വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഏതൊരു ഭഗവാനായിക്കോട്ടെ ഭഗവതി ആയിക്കോട്ടെ, നമ്മൾ നേദ്യം കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് അകത്ത് പ്രവേശിച്ച് അല്ലെങ്കിൽ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് തൊഴാനായിട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ നേദ്യത്തിൻ്റെ സമയത്ത് നേദ്യം എന്ന് പറയുമ്പോൾ ശംഖൂതും അപ്പോൾ തന്നെയാണ് ഈ നേദ്യം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ആ ഉപദേവന്മാരെല്ലാം ശരിക്കും സൈഡിലേക്ക് മാറി നിന്ന് തൊഴുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് പലരും പറയുന്നു, ഇപ്പോൾ അതൊരു സംശയം ഞാൻ പറയുകയാണ്. പലരും ഓർക്കുന്നത് നമ്മൾ നേദ്യം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ നേരത്ത് കീശാന്തി അല്ലെങ്കിൽ മേൽശാന്തി തന്നെ ചിലപ്പോൾ കൊണ്ടുപോകാൻ തന്ത്രയാണെങ്കിൽ, അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അകത്ത് നിന്നാൽ ചിലപ്പോൾ ഈ നേദ്യം കണ്ട് കൊതി വരും എന്ന് വിചാരിച്ചതാണ്. ശരിക്കും അങ്ങനെയല്ല. ഈ പറഞ്ഞ നേദ്യം കാര്യങ്ങൾ ഭഗവാനിലേക്ക് രാവിലെ സമർപ്പിക്കാനായിട്ട് ഭഗവാന് നേദ്യം കഴിക്കാൻ പോകുമ്പോൾ ശംഖ് ഊതുന്ന സമയത്ത് ഉപദേവന്മാരെല്ലാം ഒരു സൈഡിലേക്ക് ചേർന്ന് നിൽക്കും. ഭഗവാനുള്ള നേദ്യം കൊണ്ടുപോവാണ്. അവർ വളരെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടിയും എല്ലാം കൂടി ഇണങ്ങുന്നതാണ് സ്നേഹം. അവർ സൈഡിലേക്ക് ചേർന്ന് നിൽക്കും. എന്നിട്ട് ഭഗവാനുള്ള നേദ്യം സമർപ്പിക്കുന്നതാണ് ആ സമയത്ത് തിരുമേനി. അങ്ങനെയാണ് അതിൻ്റെ ശംഖൂതുന്നതിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ. അല്ലാതെ ഇത് കണ്ടിട്ട് നാക്കിൽ കൊതി വെള്ളം ഊറി എന്നല്ല. അപ്പോൾ ആ സമയത്ത് ആരും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ചിട്ടവട്ടം. അതായത് ഈ നേദ്യം കൊടുക്കുന്ന സമയത്ത് വളരെ താന്ത്രികമായിട്ടും അതുപോലെ തന്നെ വളരെ ചിട്ടവട്ടമായിട്ടും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് നേദ്യ കാര്യങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നത്, ഭഗവതിക്ക് എല്ലാം സമർപ്പിക്കുന്നത്. ആ സമയത്ത് ഒരു ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സമയത്ത് നമ്മൾ തൊഴാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിനൊക്കെ പോകാൻ നേരത്തെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ തൊട്ട്, അതായത് ശ്രീകോവിൽ മുതൽ തിടപ്പള്ളി വരെ ഭഗവാന് നേദ്യം കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ നാക്ക് അല്ലെങ്കിൽ ഭഗവതിയുടെ നാക്ക് അവിടം വരെ നീളുമെന്നാണ് പറയുന്നത്. അവിടം വരെ എത്തും. മനസ്സിലായോ? ആ സമയത്ത് നമ്മളാരും അത് ശ്രീകോവിലിൽ നിന്ന് തിടപ്പള്ളിയിലേക്ക് ഉള്ള വഴിയിൽ ക്രോസ് ചെയ്ത് പോകരുത്. വളരെ ദോഷമായിട്ട് ഭവിക്കും. അതാരും ആയിക്കോട്ടെ, അതൊക്കെ അവർക്കറിയാം, ക്ഷേത്രത്തിലുള്ളവർക്കറിയാം. പുറത്തുനിന്നുള്ള ആൾക്കാർ അവർ മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് പറയുന്നത്. നേദ്യം കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ നമ്മൾ ശ്രീകോവിലുള്ളിലേക്ക് കൊണ്ടുപോകുള്ളൂ. ബാക്കി എല്ലാം വലിയ ചരിവത്തിൽ കാര്യത്തിലൊക്കെ ചിലപ്പോൾ തിടപ്പള്ളിയിൽ മാത്രമായിരിക്കും. അപ്പോൾ ഭഗവാൻ അവിടം വരെ എത്തി
കഴിച്ചു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ സമയത്ത് ആരും ക്രോസ് ചെയ്ത് പോവാതിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ചിട്ടവട്ടം. അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഞാൻ പ്രധാനമായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവരിലേക്കും കൂടി ഈ അറിവ് പകർന്നു കൊടുക്കുക. അപ്പോൾ ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകാൻ നേരത്ത് ഇറങ്ങിക്കോ എന്ന് പറയാൻ നേരത്ത് അവർക്ക് ചിലർക്കൊരു ബുദ്ധിമുട്ടാണ്, ഞങ്ങളിപ്പോൾ തൊഴുതാൽ എന്താ. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെയൊക്കെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഒരു തിരുമേനി അല്ലെങ്കിൽ അവിടുത്തെ കഴകക്കാരൻ അല്ലെങ്കിൽ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട ആൾ നേദ്യ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നത് നിങ്ങളുടെ തന്നെ നല്ലതിനാണ്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നേരെ നിന്ന് പുറത്താണിൽ നിന്ന് തൊഴുന്ന ആൾക്കാരുണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവർക്കൊക്കെ എന്താ അനുഭവത്തിലൂടെ മനസ്സിലായിക്കോളും. കാരണം അവർക്ക് അത് കഴിഞ്ഞ് തൊഴാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തൊഴാലോ. അല്ലെങ്കിൽ അവർക്ക് നേരത്തെ വന്ന് തൊഴാനായിട്ടുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ സമയത്ത് വന്നേ തൊഴുള്ളെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇല്ലേ? കുറേ ആൾക്കാരില്ലേ? നിങ്ങൾ തന്നെ കാണാറില്ലേ? അപ്പോൾ അവർക്കുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ നേദ്യം കൊടുക്കുന്ന സമയത്ത് ഭഗവാനല്ലേ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ ഏത് ഭഗവാനായിക്കോട്ടെ ഭഗവതി ആയിക്കോട്ടെ ഗുരുവായൂർ പോലും ആയിക്കോട്ടെ, ഗുരുവായൂരൊക്കെ ഇറക്കി തന്നെ നിർത്തും. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ നേദ്യം കൊടുക്കുന്ന സമയത്ത് പുറത്തിറങ്ങി തന്നെ നിൽക്കുക. അതുപോലെ തന്നെ ഭഗവാൻ ശിവൻ്റെ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആ സമയത്ത് ഒട്ടും നമ്മൾ നേരെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ആ സമയത്ത് പോയി തൊഴാനോ പാടില്ല. അപ്പോൾ വളരെയധികം കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ കുറച്ച് കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പഠന കാര്യങ്ങൾ, അതുപോലെ ഇപ്പോഴത്തെ സമയം കാര്യങ്ങളൊക്കെ അറിയുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ കുറേ പേർക്ക് ആവശ്യമായിട്ടുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. വിളിക്കാൻ നേരത്ത് പറയണ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ബാക്കിയുള്ള എല്ലാവരുടെയും പേരും നക്ഷത്രമൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനുള്ള പൂജ കാര്യങ്ങളെല്ലാം കഴിച്ചോളാം. അപ്പോൾ വേറൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയുള്ള വീഡിയോ രാമായണ മാസം കാര്യങ്ങളൊക്കെ വരികയാണ്. അതിനുള്ള പ്രത്യേക പൂജ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ അയക്കുക. അത് ഞാൻ പ്രത്യേകമായി പിന്നെ പറയാം. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.